നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 മാർച്ച് 26 ബുധനാഴ്ച. ഞാൻ എം ജയപ്രകാശ്. പുതുതായി ഒരു ഹയർ സെക്കൻഡറി ബാച്ചും ആദ്യഘട്ടത്തിൽ അനുവദിക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചതാണ് മാതൃഭൂമിയുടെ ലീഡ് വാർത്ത. മറ്റു പത്രങ്ങളിലും ഈ വാർത്ത പ്രാധാന്യത്തോടെയുണ്ട്. കുടകര കുഴൽപ്പണക്കേസിൽ പോലീസ് നിഗമനങ്ങളും കുറ്റപത്രവും തള്ളി ഇ.ഡി. രാഷ്ട്രീയ ബന്ധമില്ലെന്നും പണം സ്ഥല ഇടപാടിനെന്നുമാണ് ഇ.ഡി. സമർപ്പിച്ച കുറ്റപത്രത്തിലെ ന്യായം. കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പിക്ക് പങ്കില്ല എന്ന് സ്വന്തം ഇ.ഡി. എന്നാണ് ഈ വാർത്ത പ്രധാന ലീഡാക്കി ദേശാഭിമാനി നൽകിയ തലക്കെട്ട്. മുണ്ടക്കൈ ഉരുളിൽ തോൽക്കാത്തവർക്ക് വീടുയരും, ടൗൺഷിപ്പ് തറക്കല്ലിടൽ നാളെ എന്ന് മാധ്യമം പ്രധാന വാർത്തയാക്കി. കേൾക്കാം ഇന്നത്തെ പത്രത്താളുകളിലെ പ്രധാന വാർത്തകൾ. +1 സീറ്റൊഴിവ്, അധിക ബാച്ച് ഇല്ല. വാർത്ത മാതൃഭൂമിയിലേതാണ്. ആദ്യഘട്ടത്തിൽ ബാച്ച് അനുവദിക്കേണ്ടെന്ന് ഉത്തരവ്. കുട്ടികൾ കുറവുള്ള ബാച്ചുകൾ പുനഃക്രമീകരിക്കും. അടുത്ത അധ്യയന വർഷം പുതുതായി ഒരു ഹയർ സെക്കൻഡറി ബാച്ചും പ്രാഥമിക ഘട്ടത്തിൽ അനുവദിക്കേണ്ടതില്ലെന്ന് സർക്കാർ. ഇക്കാര്യം വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കി. ഈ അധ്യയന വർഷം 1,00,000-ലേറെ +1 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. +2 പ്രവേശനത്തിൽ എല്ലാ വർഷവും സീറ്റ് വിവാദവും പ്രതിഷേധവും ഉയരാറുണ്ട്. അടുത്ത അധ്യയന വർഷം ഒന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം ബാച്ചുകളുടെ ആവശ്യകത തിട്ടപ്പെടുത്തും. സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതും കുട്ടികൾ കുറവുള്ളതുമായ ബാച്ചുകൾ പുനഃക്രമീകരിച്ച് പ്രശ്നം പരിഹരിക്കും. ഇതിനെല്ലാം ശേഷം സീറ്റുകൾ ആവശ്യമെങ്കിൽ അപ്പോൾ പരിശോധിക്കും. SSLC പാസ്സായവർക്ക് +1 പ്രവേശനത്തിനു പുറമെ പോളിടെക്നിക്കും ITIയും പോലെയുള്ള ഉപരിപഠന സാധ്യതകളുണ്ട്. ഇതുകൂടി പരിശോധിച്ച ശേഷമാണ് പുതിയതായി ബാച്ചുകൾ അനുവദിക്കേണ്ടെന്ന തീരുമാനം. ഈ അധ്യയന വർഷം +1 പ്രവേശനത്തിന് അധിക ബാച്ചും മാർജിനൽ സീറ്റ് വർധനയും തുടക്കത്തിൽ തന്നെ സർക്കാർ അനുവദിച്ചെങ്കിലും സീറ്റിനെ ചൊല്ലി പ്രതിഷേധം രൂക്ഷമായിരുന്നു. മലബാർ ജില്ലകളിലായിരുന്നു കൂടുതൽ പ്രശ്നം. ഹൈക്കോടതിയും ഇടപെട്ടു. കോടതി ഉത്തരവനുസരിച്ച് +1 സീറ്റുകളുടെ ആവശ്യകതയും പ്രശ്നങ്ങളും പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറോട് നിർദ്ദേശിച്ചിരുന്നു. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് 2025-26 അധ്യയന വർഷം പുതിയതായി ബാച്ചുകൾ അനുവദിക്കേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തത്. കൊടകര ഹവാല കേസ്, ബി.ജെ.പിക്ക് ക്ലീൻ ചിറ്റ്, തൊടാതെ ഇ.ഡി. വാർത്ത മാധ്യമത്തിലേതാണ്. ബി.ജെ.പിക്ക് ക്ലീൻ ചിറ്റ് നൽകി കൊടകര ഹവാല പണമിടപാട് കേസിൽ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചു. കൊച്ചിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ 23 പ്രതികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരിൽ ആർക്കും ബി.ജെ.പിയുമായി നേരിട്ട് ബന്ധമില്ല. പ്രധാന പ്രതികളിൽ മോഷ്ടിച്ച പണം അയച്ചതായി ആരോപിക്കപ്പെടുന്ന ധർമ്മരാജ്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഷംജീർ, കൊള്ളയിൽ ബന്ധപ്പെട്ടവർ എന്നിവരും ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബി.ജെ.പിയാണ് പണം കൊണ്ടുവന്നതെന്ന പോലീസ് അന്വേഷണത്തിന് വിരുദ്ധമായാണ് ഇ.ഡിയുടെ കണ്ടെത്തലുകൾ. ആലപ്പുഴയിലെ ഒരു വസ്തു വാങ്ങുന്നതിന് ധർമ്മരാജ് തന്റെ ഡ്രൈവർ ഷംജീറിന് നൽകിയ 3.56 കോടി രൂപ കൊടകരയിൽ കൊള്ളയടിച്ചതായി ഇ.ഡി പറഞ്ഞു. ഉറവിടം തെളിയിക്കുന്ന രേഖകൾ ധർമ്മരാജ് സമർപ്പിച്ചിരുന്നു. പോലീസ് തിരിച്ചറിഞ്ഞ മോഷ്ടിച്ച തുകയ്ക്കു പുറമെ ധർമ്മരാജിന്റെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ സ്വത്തുക്കളും ഇ.ഡി പിടിച്ചെടുത്തു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപ് 2021 ഏപ്രിൽ 4-ന് ദേശീയപാതയിൽ കൊടകരയ്ക്ക് അടുത്തുവെച്ച് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉദ്ദേശിച്ചിരുന്ന ഹവാല പണം കൊള്ളയടിക്കപ്പെട്ടുവെന്ന ആരോപണത്തെ ചുറ്റിപ്പറ്റിയാണ് കേസ്. അനധികൃത ഫണ്ട് പാർട്ടി ഓഫീസിൽ എത്തിച്ചതായി ബി.ജെ.പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷും വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി. കൊടകരയിൽ കൊള്ളയടിച്ച പണം സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊണ്ടുവന്നതാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ആവിയായത് പരാതിക്കാരന്റെ മൊഴികൾ. കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പി നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതോടെ ആവിയായത് കേസിലെ പരാതിക്കാരനടക്കം നേരത്തെ കേരള പോലീസിന് നൽകിയ മൊഴികൾ. RSS സഹയാത്രികൻ കോഴിക്കോട് സ്വദേശി ധർമ്മരാജനായിരുന്നു കേസിലെ പരാതിക്കാരൻ. 2021 ഏപ്രിൽ 3-ന് കാറിൽ കൊണ്ടുപോയ 25 ലക്ഷം രൂപ കൊടകരയിൽ നിന്ന് വാഹനാപകടമുണ്ടാക്കി കൊള്ളയടിച്ചുവെന്ന് ധർമ്മരാജൻ പോലീസിൽ നൽകിയ പരാതിയോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്.
പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതോടെ നഷ്ടപ്പെട്ടതായി പറയുന്ന 25 ലക്ഷം രൂപയുടെ സ്രോതസ് ധർമ്മരാജന് വെളിപ്പെടുത്താനായില്ല. സ്ഥലം വിറ്റ പണമെന്നും സ്ഥലം വാങ്ങാനുള്ള പണമെന്നും വിരുദ്ധ മൊഴികൾ നൽകിയതോടെയാണ് പണത്തിന്റെ ഉറവിടത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം നീണ്ടത്. വിശദ ചോദ്യം ചെയ്യലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് BJPക്കായി എത്തിച്ച പണമാണെന്ന് ഇയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. തുടരന്വേഷണത്തിൽ 3.5 കോടി രൂപയാണ് നഷ്ടമായതെന്നും വ്യക്തമായി. 25 കോടി രൂപ കർണാടകയിൽ നിന്ന് എത്തിച്ചുവെന്നും നിർദ്ദേശിച്ച പ്രകാരം പലർക്കായി തുക വിതരണം ചെയ്തുവെന്നും വിതരണത്തിൽ അവശേഷിച്ച പണമാണ് കൊള്ളയടിച്ചതെന്നുമായിരുന്നു കണ്ടെത്തൽ. ധർമ്മരാജന്റെ മൊഴിപ്രകാരം നടത്തിയ പരിശോധനയിലാണ് വിതരണം ചെയ്ത തുകയിൽ 1.5 കോടിയിലേറെ രൂപ പോലീസ് വിവിധയിടങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തതും. BJP സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ സുഹൃത്താണെന്നും അദ്ദേഹത്തിനൊപ്പം പാർട്ടിയുടെ ദേശീയ നേതാക്കളെ വരെ കണ്ടിരുന്നുവെന്നുമുള്ള ധർമ്മരാജന്റെ മൊഴിയാണ് സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളാൻ ഇടയാക്കിയത്. പുനരധിവാസ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. ഉരുളിൽ തോൽക്കാത്തവർക്ക് വീടുയരും. ടൗൺഷിപ്പ് തറക്കല്ലിടൽ നാളെ. വാർത്ത മാധ്യമത്തിലേതാണ്. 2 ദേശങ്ങളെ പൂർണ്ണമായി തുടച്ചുനീക്കി ആർത്തലച്ചു വന്ന ഉരുൾപൊട്ടലിനെ അതിജയിച്ചവർക്ക് ഇനി കൽപ്പറ്റയിൽ വീടുകളുയരും. കഴിഞ്ഞ ജൂലൈ 30-ന് നേരം ഇരുട്ടി വെളുക്കും മുൻപേ മുണ്ടക്കൈയും ചൂരൽമലയും ഇല്ലാതാക്കിയ ദുരന്തത്തിലെ അതിജീവിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ ബൈപ്പാസിനടുത്തുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുക. ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ വ്യാഴാഴ്ച വൈകുന്നേരം 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിങ്കളാഴ്ച ഹൈക്കോടതി അനുമതി ലഭിച്ച ഉടൻ തന്നെ ഇതിനുള്ള 64.47 ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തിരുന്നു. 2005-ലെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുത്തുവെന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ DR മേഘശ്രീയുടെ നോട്ടീസ് എസ്റ്റേറ്റിന്റെ പുൽപ്പാറയിലെ ഓഫീസിൽ പതിച്ചു. തുക പോരെന്ന് കാണിച്ച് മാനേജ്മെന്റ് ഹർജി നൽകിയിരുന്നെങ്കിലും ഭൂമി ഏറ്റെടുക്കാമെന്ന് തിങ്കളാഴ്ച രാവിലെയാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. ഇത് കിട്ടിയ ഉടൻ ട്രഷറിയിൽ നിന്ന് 26 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചതായും കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി പ്രാഥമിക നടപടികൾ തുടങ്ങിയതായും ജില്ലാ കളക്ടർ പറഞ്ഞു. കൽപ്പറ്റയിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയാണ് ദുരന്തഭൂമിയായ മുണ്ടക്കൈ. തങ്ങളുടെ വേരുകളാഴുന്ന ഭൂമിയിൽ നിന്ന് ഇത്രയും അകലെയായിരിക്കും ഇനി അതിജീവിതരുടെ തുടർവാസം. ടൗൺഷിപ്പിൽ 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിലുള്ള ഒറ്റനില വീടാണ് നിർമ്മിക്കുക. ഭാവിയിൽ മുകൾ നില കൂടി പണിയാൻ കഴിയുന്ന രീതിയിലായിരിക്കും നിർമ്മിതി. പ്രധാന മുറി, 2 മുറികൾ, സിറ്റൌട്ട്, ലിവിംഗ്, പഠനമുറി, ഡൈനിംഗ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവയാണ് സൗകര്യങ്ങൾ. ആരോഗ്യ കേന്ദ്രം, ആധുനിക അംഗനവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയും ടൗൺഷിപ്പിലുണ്ടാകും. വീടിന്റെ പട്ടയം 12 വർഷത്തേക്ക് കൈമാറ്റം പാടില്ല. പാരമ്പര്യ കൈമാറ്റമാകാം. ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും കൂട്ടായ പേരിലായിരിക്കും ഉടമസ്ഥത. കുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയായ ശേഷം സ്വന്തം പേരിലാകും. പുനരധിവാസത്തിനുള്ള അന്തിമ ഗുണഭോക്തൃ പട്ടികയിൽ ആകെ 402 കുടുംബങ്ങളാണുള്ളത്. ഇതിൽ ആദ്യ പട്ടികയിലെ 242 പേരിൽ 175 പേരാണ് ടൗൺഷിപ്പിൽ വീടിന് സമ്മതപത്രം നൽകിയത്. 67 പേർ 15 ലക്ഷം രൂപ സാമ്പത്തിക സഹായം മതിയെന്നാണ് തീരുമാനിച്ചത്. ഇവർക്ക് സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് നൽകിയാലും ഈ തുക സർക്കാർ നൽകും. അതേസമയം ഗോസോൺ മേഖലയിലുള്ള എന്നാൽ തുടർവാസം സാധ്യമല്ലാത്ത ഇടങ്ങളിലെ നിരവധി കുടുംബങ്ങൾ അന്തിമ പട്ടികയിൽ പുറത്താണ്. SSLC +2 പരീക്ഷകൾ ഇന്ന് പൂർത്തിയാകും. SSLC 2ാം വർഷ ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾ ബുധനാഴ്ച പൂർത്തിയാകും. 1ാം വർഷ ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾ 29-നാണ് അവസാനിക്കുന്നത്. സംസ്ഥാനത്തെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9-ഉം ഗൾഫിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതുന്നത്. 72 കേന്ദ്രീകൃത ക്യാമ്പുകളിലായി SSLC ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം 2 ഘട്ടങ്ങളിലായി നടത്തും. ആദ്യഘട്ടം ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 11 വരെയും 2ാം ഘട്ടം ഏപ്രിൽ 21 മുതൽ 26 വരെയുമാണ്. 4,44,693 പേരാണ് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത്. 89 കേന്ദ്രങ്ങളിലായി ഏപ്രിൽ 1 മുതൽ മൂല്യനിർണ്ണയം ആരംഭിക്കും. 28,587 വിദ്യാർത്ഥികളാണ് 2ാം വർഷ VHSE പരീക്ഷ എഴുതിയത്. ബസേലിയോസ് ജോസഫ് ബാവ ശ്രേഷ്ഠ കാതോലിക്ക. യാക്കോബായ സഭയുടെ പുതിയ നാഥൻ അഭിഷിക്തനായത് ലെബനനിൽ. പാത്രിയർക്കീസ് ബാവ മുഖ്യ കാർമ്മികൻ. ബൈബിളിൽ 70 വട്ടം പരാമർശിക്കപ്പെട്ട ലെബനൻ ദേശത്ത്
ആചാരപ്പൊലിമയുടെ അകമ്പടിയോടെ അഭിഷിക്തനായി കേരളത്തിലെ യാക്കോബായ സഭയുടെ പുതിയ നാഥൻ. ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആയിരുന്ന അദ്ദേഹം ഇനി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്നറിയപ്പെടും. ആഗോള സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ തലവനായ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവ അധികാരപത്രവും അംശവടികളും മുദ്രമാലകളും നൽകി അദ്ദേഹത്തെ യോഗ്യനും വാഴ്ത്തപ്പെട്ടവനുമായി പ്രഖ്യാപിച്ചു. മെത്രാപ്പൊലിത്തമാരും വൈദികരും 3 വട്ടം അത് ഏറ്റുചൊല്ലി. ലെബനൻ സമയം വൈകിട്ട് 5 മണിക്ക് അഭിഷേക കർമ്മം തുടങ്ങി. ഇന്ത്യയിലപ്പോൾ രാത്രി 8:30 കാഴ്ചപ്പൊലിമയുള്ള ആചാരങ്ങളും കാതിനിമ്പമായ സ്തുതിഗീതങ്ങളും സുറിയാനിയും മലയാളവുമടക്കമുള്ള ഭാഷകളിൽ പ്രാർത്ഥനകളും ബൈബിൾ വായനയുമടക്കം സ്ഥാനാഭിഷേകം 2 മണിക്കൂറിലേറെ നീണ്ടു. സഭാനിയമം പാലിക്കുമെന്ന പ്രതിജ്ഞ ചൊല്ലി. അന്ത്യോക്യ പാത്രിയാർക്കീസിനോട് ബഹുമാനവും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉടമ്പടി വായിച്ച് പുതിയ കാതോലിക്ക ബാവ അത് പാത്രിയാർക്കീസ് ബാവയ്ക്ക് കൈമാറി. പാത്രിയാർക്കീസ് ബാവ അധികാരപത്രം തിരിച്ചും കൈമാറി. തുടർന്ന് അൾത്താരയിൽ തനിക്ക് മുന്നിൽ കിഴക്കിന് അഭിമുഖമായി മുട്ടുകുത്തിയ മെത്രാപ്പോലിത്തയുടെ തലയിൽ കൈവച്ച് പാത്രിയാർക്കീസ് ബാവ അദ്ദേഹത്തെ പുതിയ കാതോലിക്ക ബാവയെന്ന് പ്രഖ്യാപിച്ചു. പിന്നാലെ കാതോലിക്ക ബാവയുടെ പേരും ഏത് ദേശത്താണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നും വിളംബരം ചെയ്തു. പ്രാർത്ഥനാപൂർവം പുതിയ കാതോലിക്ക ബാവയുടെ ശിരസിൽ 3 വട്ടം കുരിശടയാളം വരച്ചു. അതിനുശേഷം ജനാഭിമുഖമായുള്ള ഇരിപ്പിടത്തിൽ പുതിയ കാതോലിക്ക ബാവയെ ഇരുത്തി സഹകാർമ്മികരായ മെത്രാപ്പോലീത്തമാരും വൈദികരും അദ്ദേഹത്തെ ഇരിപ്പിടത്തോടെ 3 വട്ടം മുകളിലേക്കുയർത്തി. യോഗ്യൻ എന്ന അർത്ഥം വരുന്ന സുറിയാനി വാക്കായ ഓക്സിയോസ് പാത്രിയാർക്കീസ് ബാവ 3 തവണ ചൊല്ലുകയും സഹകാർമ്മികർ അതേറ്റു ചൊല്ലുകയും ചെയ്തു. അതിനുശേഷം ദൈവമാതാവിൻ്റേതടക്കമുള്ള 3 മുദ്രമാലകൾ പുതിയ കാതോലിക്ക ബാവയെ അണിയിച്ചു. ഇടയ ദൗത്യത്തിന്റെ പ്രതീകമായി എല്ലാ മെത്രാപ്പോലിത്തമാരും ചേർന്ന് പാത്രിയാർക്കീസ് ബാവയുടെ നേതൃത്വത്തിൽ അംശവടി കൈമാറി. ഇതൊക്കെയായിരുന്നു ചടങ്ങുകൾ. വിവാദ ഉത്തരവ് പിൻവലിച്ചു. ഡാമുകൾക്ക് സമീപം നിർമ്മാണ നിയന്ത്രണമില്ല. 20 മീറ്റർ ബഫർ സോണും 100 മീറ്റർ പരിധിയിലെ നിർമ്മാണ നിയന്ത്രണവും ഒഴിവാക്കി. ജലവിഭവ വകുപ്പിന്റെ ഡാമുകൾക്ക് ചുറ്റും 20 മീറ്റർ ബഫർ സോണും 100 മീറ്റർ പരിധിയിൽ നിർമ്മാണ നിയന്ത്രണവും ഏർപ്പെടുത്തിയ വിവാദ ഉത്തരവ് പിൻവലിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നിയമസഭയിൽ ഈ വിഷയമുന്നയിച്ച് മോൻസ് ജോസഫ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഡിസംബർ 26 ഇറക്കിയ ഉത്തരവ് മൂലം വീട് നിർമ്മിക്കാനാകാതെ ഒട്ടേറെ പേർ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാകരുത് ഡാമിന് സുരക്ഷയൊരുക്കേണ്ടതെന്നും മോൻസ് ജോസഫ് ചൂണ്ടിക്കാട്ടി. ഉത്തരവ് അതേപടി നടപ്പാക്കില്ലെന്നും ഭേദഗതി ചെയ്യാമെന്നുമായിരുന്നു ആദ്യം മന്ത്രിയുടെ നിലപാടെങ്കിലും ഉത്തരവ് പൂർണ്ണമായും പിൻവലിക്കുകയാണ് വേണ്ടതെന്ന് മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. നേരത്തെ സണ്ണി ജോസഫിന്റെ സബ്മിഷനുള്ള മറുപടിയിലും ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിലും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഉത്തരവിൽ മാറ്റം വരുത്താൻ ഒരുക്കമാണെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് വന്നതോടെ ഉത്തരവ് തന്നെ പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം സതുദ്ദേശത്തോടുകൂടിയാണ് ഉത്തരവിറക്കിയതെന്നും ഏറ്റവും കുറഞ്ഞ പ്രദേശമാണ് ബഫർ സോണായി പ്രഖ്യാപിച്ചിരുന്നതെന്നും മന്ത്രി പിന്നീട് പറഞ്ഞു. കരിപ്പൂർ വിമാനക്കൂലി കുറയ്ക്കാൻ സമ്മർദ്ദം തുടരുമെന്ന് മുഖ്യമന്ത്രി. കരിപ്പൂരിൽ നിന്നുള്ള വിമാനനിരക്ക് കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PTA റഹീമിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നേരത്തെ കേന്ദ്ര ഇടപെടലിന് കത്ത് നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല. നിരക്ക് നിശ്ചയിക്കുന്നത് വിമാനക്കമ്പനികളാണെന്നും സർക്കാർ ഇടപെടാറില്ലെന്നുമാണ് കേന്ദ്ര നിലപാട്. യാത്രാനിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള നിയന്ത്രണം 1994 കേന്ദ്രം എടുത്തുകളഞ്ഞതാണ്. ഇത് തിരുത്താൻ ഇടപെടൽ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വീട്ടിൽ നോട്ട് ജഡ്ജിക്കെതിരെ അന്വേഷണം തുടങ്ങി. ഔദ്യോഗിക വസതിയിൽ നിന്നും നോട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ സുപ്രീംകോടതി നിയോഗിച്ച 3-അംഗ സമിതി അന്വേഷണം ആരംഭിച്ചു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് CS സന്ധാവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന സമിതി ചൊവ്വാഴ്ച യശ്വന്ത് വർമ്മയുടെ ഡൽഹി തുഗ്ലക് റോഡിലെ വസതിയിലെത്തി പരിശോധന നടത്തി. സംഘം അരമണിക്കൂർ ഇവിടെ ചെലവഴിച്ചു. സംഭവസ്ഥലത്ത് പരിശോധനയ്ക്കായി ആദ്യമെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകളടക്കം സംഘം പരിശോധിക്കും. അതിനിടെ യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയത്
റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അലഹാബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. അതേസമയം പണം കണ്ടെത്തിയ സംഭവത്തിൽ സഭയിൽ ചർച്ച വേണമോ എന്ന് തീരുമാനിക്കാൻ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. രാജ്യസഭാ നേതാവ് JP നഡ്ഡ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ പങ്കെടുത്തു. വിശദ ചർച്ച വേണമെന്ന ഖാർഗെയുടെ ആവശ്യത്തിൽ പൊതുചർച്ച വേണമോ എന്ന് പരിഗണിക്കാനാണ് ചൊവ്വാഴ്ച വീണ്ടും യോഗം ചേർന്നത്. പണം കണ്ടെത്തിയ സംഭവം സഭ നിർത്തി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹാരിസ് ബീരാൻ MP അടക്കമുള്ളവർ നോട്ടീസ് നൽകിയിരുന്നു. ചൊവ്വാഴ്ച സഭ തുടങ്ങിയതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി വിഷയം ഗൗരവമുള്ളതാണെന്നും ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെയാണ് വീണ്ടും യോഗം ചേരുന്നുവെന്ന കാര്യം ചെയർമാൻ വ്യക്തമാക്കിയത്. ഓസ്കർ ജേതാവായ ഫലസ്തീൻ സംവിധായകനെ മർദ്ദിച്ച് പിടികൂടി ഇസ്രായേൽ സേന. നോ അതർലാൻഡിന്റെ സഹസംവിധായകരിലൊരാളായ ഫലസ്തീനിയൻ പൗരൻ ഹംദാൻ ബെല്ലാലിന് നേർക്കാണ് ആക്രമണം. ഓസ്കർ പുരസ്കാരം നേടിയ ഡോക്യുമെന്ററി ചിത്രം നോ അതർലാൻഡിന്റെ സഹസംവിധായകരിലൊരാളായ ഫലസ്തീനിയൻ പൗരൻ ഹംദാൻ ബെല്ലാലിന് നേർക്ക് ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ ആക്രമണം. വെസ്റ്റ് ബാങ്കിലാണ് സംഭവം. ബെല്ലാലിനെ പിന്നീട് ഇസ്രായേൽ സൈന്യം കൊണ്ടുപോവുകയും ചെയ്തു. സുസിയ ഗ്രാമത്തിലാണ് ബെല്ലാൽ ഉൾപ്പെടെ 3 ഫലസ്തീനികളെ സൈന്യം പിടികൂടിയതെന്ന് ഇവരുടെ അറ്റോർണി ലിയ ടിസ്സെമെൽ പറഞ്ഞു. ഇവരെ ചികിത്സയ്ക്കായി സൈനിക കേന്ദ്രത്തിൽ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇവരെ ബന്ധപ്പെടാനാകുന്നില്ലെന്നും യാതൊരു വിവരവുമില്ലെന്നും അറ്റോർണി പറഞ്ഞു. ഡോക്യുമെന്ററിയുടെ മറ്റൊരു സഹസംവിധായകൻ ബേസൽ അദ്ര ആക്രമണത്തിന് ദൃക്സാക്ഷിയാണ്. 2 ഡസനോളം കുടിയേറ്റക്കാർ തോക്കും മറ്റുമായി വന്ന് ഗ്രാമത്തിൽ ആക്രമണം നടത്തുകയായിരുന്നെന്ന് അദ്ര പറഞ്ഞു. കിര്യത്ത് അർബയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബെല്ലാലിനെയും മറ്റ് 2 ഫലസ്തീനികളെയും വിട്ടയച്ചു. മുഖത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്ന 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. മഅ്ദനി ആശുപത്രി വിട്ടു. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി ആശുപത്രി വിട്ടു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ ആഴ്ചകൾ നീണ്ട ആശുപത്രിവാസത്തിന് ശേഷമാണ് വീട്ടിലേക്കുള്ള മഅ്ദനിയുടെ മടക്കം. കഴിഞ്ഞ വർഷം തുടർച്ചയായി 40 ദിവസമാണ് ആശുപത്രിയിൽ കഴിഞ്ഞത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കഴിഞ്ഞ മാസം 25-നാണ് അഡ്മിറ്റായത്. 27-ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. പൂരം കലക്കലിൽ മന്ത്രി രാജന്റെ മൊഴിയെടുക്കാൻ DGP. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ സംഘപരിവാർ ഹിന്ദുത്വ പ്രവർത്തകർക്കൊപ്പം ADGP MR അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അന്വേഷിക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം റവന്യൂ മന്ത്രി K രാജന്റെ മൊഴി രേഖപ്പെടുത്തും. പൂരം അലങ്കോലമായതിന് പിന്നാലെ CPI നേതാക്കളായ മന്ത്രി രാജനും മുൻമന്ത്രി VS സുനിൽകുമാറും പോലീസിനും MR അജിത് കുമാറിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിൽ സുനിൽകുമാറിന്റെ മൊഴി മാധ്യമം വാർത്തയെ തുടർന്ന് പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടും ഇവർ മൊഴിയെടുക്കാനോ മറ്റോ തന്നെ സമീപിച്ചില്ലെന്ന് സുനിൽകുമാർ മാധ്യമത്തോട് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു തെളിവെടുപ്പ്. ADGP MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പോലീസ് വീഴ്ച സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിരുന്നു. MR അജിത് കുമാറിന്റെയും മന്ത്രി K രാജന്റെയും മൊഴിയാണ് ഇനി എടുക്കാൻ ബാക്കിയുള്ളത്. ഇതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ലഭ്യമായ വിവരം. അതേസമയം നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ അതിനുശേഷമേ മൊഴി നൽകാൻ സാധിക്കുമെന്ന് മന്ത്രി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി രാജനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറുമാണ് തൃശൂർ പൂരം അലങ്കോലമായ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത്. നെന്മാറ ഇരട്ടക്കൊല കുറ്റപത്രം സമർപ്പിച്ചു. കേരളത്തെ നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. അന്വേഷണ ചുമതല വഹിക്കുന്ന ആലത്തൂർ DYSP N മുരളീധരനാണ് ആലത്തൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 60ഓളം രേഖകളടങ്ങുന്ന 480 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. ഏക ദൃക്സാക്ഷിയായ സുധീഷിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് കണ്ടതായാണ് മൊഴി നൽകിയിരിക്കുന്നത്. കൊലയ്ക്കുപയോഗിച്ച കൊടുവാളിൽ നിന്ന് മരിച്ചവരുടെ DNA കണ്ടെത്തിയിരുന്നു. കൊടുവാളിന്റെ പിടിയിൽ നിന്ന് ചെന്താമരയുടെ DNAയും കണ്ടെടുത്തതായി കുറ്റപത്രത്തിൽ പറയുന്നു. ചെന്താമരയുടെ വസ്ത്രത്തിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തക്കറ കണ്ടെത്തി. സുധാകരനെ കൊലപ്പെടുത്താനാണ് പദ്ധതിയിട്ടത്. അമ്മ ലക്ഷ്മി ബഹളം വെച്ചപ്പോൾ അവരെയും കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട്. പ്രതി മാനസിക രോഗിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകളുള്ള
കുറ്റപത്രത്തിൽ സാക്ഷികളുടെ ഗൂഗിൾ ടൈംലൈൻ ഉൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട്. നാടാകെ ബുൾഡോസർ രാജ്. ഗുജറാത്തിൽ 6 വീടുകൾ തകർത്തു. ബറൂച്ച്. ഗുജറാത്തിലെ യുവാവിന്റെയും ബന്ധുക്കളുടെയും വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. സംഭവത്തിൽ 6 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. വിവാഹിതയായ യുവതിയോടൊപ്പം ഒളിച്ചോടി എന്ന് സംശയിച്ചാണ് പ്രതികൾ വെള്ളിയാഴ്ച യുവാവിന്റെയും ബന്ധുക്കളുടെയും ഉൾപ്പെടെ 6 വീടുകൾ തകർത്തത്. യുവതിയുടെ ബന്ധുക്കളാണ് പ്രതികൾ. പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. അമൃത്സറിൽ വീട് തകർത്തു. കുപ്രസിദ്ധ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ വീട് ജില്ലാ ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റിയതായി പോലീസ് പറഞ്ഞു. പ്രതികളായ അൻവർ ഗില്ലിന്റെയും അഭിയുടെയും വീടാണ് പൊളിച്ചുമാറ്റിയത്. ബന്ധുക്കളായ ഇരുവരും ഒരേ വീട്ടിലാണ് താമസം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച പോലീസ് കമ്മീഷണർ ഗുർപ്രീത് സിംഗ് ബുള്ളർ പറഞ്ഞു. പ്രതികൾക്കെതിരെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, ആയുധ നിയമം എന്നിവ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ രേഖയുമുണ്ട്, എന്നിട്ടും അവർ വീട് തകർത്തു. നാഗ്പൂർ. എല്ലാ രേഖയുമുണ്ടായിട്ടും നാഗ്പൂർ നഗരസഭ അധികൃതർ വീട് പൊളിച്ചെന്ന് മാർച്ച് 17-നുണ്ടായ നാഗ്പൂർ വർഗീയ സംഘർഷത്തിൽ പ്രതി ചേർക്കപ്പെട്ട യൂസുഫ് ഷെയ്ഖിന്റെ സഹോദരൻ അയാസ് ഷെയ്ഖ് പ്രതികാരം തീർക്കുന്നതുപോലെയാണ് പെരുമാറിയത്. തിങ്കളാഴ്ച അവർ വീടിന്റെ ബാൽക്കണി തകർത്തു. അനധികൃത നിർമ്മാണമെന്നാണ് ആരോപിക്കുന്നത്. പൊളിക്കൽ പിന്നീട് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിന്റെ ഇടപെടലിനെ തുടർന്ന് നിർത്തി. സംഘർഷത്തിൽ പ്രതി ചേർത്ത ഫഹീം ഖാന്റെ 2 നില വീട് പൂർണ്ണമായും പൊളിച്ച് മൈനോരിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവാണ് ഫഹീം ഷമീം ഖാൻ. കോടതി ഇടപെടൽ കൊണ്ട് മാത്രമാണ് വീട് പൂർണ്ണമായും പൊളിക്കാതിരുന്നത്. തങ്ങൾക്ക് സംഘർഷത്തിൽ യാതൊരു പങ്കുമില്ല. തന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള വീടായിരുന്നു ഇത്. 1970-കൾ മുതൽ എന്റെ പേരിലാണ്. ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ്, അദ്ദേഹം തുടർന്നു. ശനിയാഴ്ചയാണ് അനധികൃത നിർമ്മാണം പൊളിക്കുന്നതായി നോട്ടീസ് പതിച്ചത്. അവർക്ക് അനുമതി രേഖകളെല്ലാം കാണിച്ചു. ഇത് പരിശോധനയ്ക്കായി ഓഫീസിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ പോയപ്പോൾ അവർ പരിശോധിക്കാൻ തയ്യാറായില്ല. തുടർന്ന് രേഖകൾ തപാൽ വഴി അയച്ചു. തിങ്കളാഴ്ച വീണ്ടും മുനിസിപ്പൽ ഓഫീസിൽ പോയി. പക്ഷേ അപ്പോഴേക്കും പൊളിക്കൽ ഉത്തരവായിരുന്നു. ഞങ്ങൾ കോടതിയെ സമീപിച്ചതറിഞ്ഞപ്പോൾ അവർ പൊളിക്കൽ വേഗത്തിലാക്കി. കോടതി ഇടപെടൽ ആശ്വാസമായി. എന്നാലും സമൂഹത്തിലെ വില പോയി. വലിയ ധനനഷ്ടവുമുണ്ടായെന്നും അദ്ദേഹം തുടർന്നു. നടൻ മനോരാജ് ഭാരതിരാജ അന്തരിച്ചു. തമിഴ്നടനും സംവിധായകനുമായ മനോരാജ് ഭാരതിരാജ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. പ്രശസ്ത സംവിധായകൻ ഭാരതിരാജയുടെ മകനാണ്. സൗത്ത് ഫ്ലോറിഡ സർവകലാശാലയിലായിരുന്നു നാടക പഠനം. പിതാവ് സംവിധാനം ചെയ്ത ഫൈനൽ കട്ട് ഓഫ് ഡയറക്ടർ സിനിമയിൽ സഹസംവിധായകനായിരുന്നു. നെജാമേളയ്ക്ക് അനുമതിയില്ല. സംഭലിൽ കനത്ത സുരക്ഷ. സംഭലിലെ ഷെവാസ്പൂർ സുര നാഗ്ല ഗ്രാമത്തിൽ വാർഷിക നെജാമേളയ്ക്ക് അനുമതി നിഷേധിച്ചതിനു പിന്നാലെ കനത്ത സുരക്ഷാ സന്നാഹം. ചൊവ്വാഴ്ചയാണ് പരിപാടി നടത്തേണ്ടിയിരുന്നത്. ഗ്രാമത്തിലെ ദർഗയിൽ ആളുകൾ എത്തുകയോ അനുസ്മരണ പരിപാടികൾ നടത്തുകയോ ചെയ്യില്ലെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ശ്രീഷ് ചന്ദ്ര പറഞ്ഞു. കൊള്ളക്കാരനും അധിനിവേശകനും കൊലപാതകിയുമായ ഒരാളുടെ ഓർമ്മ പുതുക്കാൻ വർഷങ്ങളായി നടത്തിവന്നിരുന്നതാണ് നെജാമേളയെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റുമുട്ടൽ, 3 നക്സലുകൾ കൊല്ലപ്പെട്ടു. ദണ്ഡേവാഡ. ഛത്തീസ്ഗഡിലെ ദണ്ഡേവാഡ ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 3 നക്സലുകൾ കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്കാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് പോലീസ് അറിയിച്ചു. തലയ്ക്ക് 25 കോടി വിലയിട്ട മാവോവാദി നേതാവ് സുധീർ എന്ന സുധാകറും മരിച്ചവരിലുണ്ട്. മൃതദേഹങ്ങളും തോക്കുകളും സ്ഫോടക വസ്തുക്കളും സംഭവസ്ഥലത്തുനിന്ന് കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. മാർച്ച് 20-ന് ബീജാപൂർ, കാങ്കർ ജില്ലകളിൽ സുരക്ഷാസേനയുമായുണ്ടായ 2 ഏറ്റുമുട്ടലുകളിൽ 30 നക്സലുകൾ കൊല്ലപ്പെട്ടിരുന്നു. വിഘടനവാദത്തെ തുരത്തിയത് മോദിയെന്ന് അമിത്ഷാ. നരേന്ദ്രമോദി സർക്കാരിന്റെ ഏകീകരണ നയങ്ങൾ ജമ്മുകാശ്മീരിൽ നിന്ന് വിഘടനവാദത്തെ തുരത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹുറിയത്ത് കോൺഫറൻസിലെ 2 ഘടകകക്ഷികൾ വിഘടനവാദവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ നടപടി രാജ്യത്തിന്റെ ഐക്യത്തെ ശക്തിപ്പെടുത്തും. വികസിതവും സമാധാനപരവും ഏകീകൃതവുമായ രാജ്യം കെട്ടിപ്പടുക്കുകയെന്ന നരേന്ദ്രമോദിയുടെ ദർശനത്തിന് ലഭിച്ച അംഗീകാരമാണിത്. എല്ലാ ഗ്രൂപ്പുകളും
വിഘടനവാദം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. സ്വകാര്യ സർവകലാശാല ബിൽ സഭ കടന്നു. ഫീസിലും പ്രവേശനത്തിലും നിയന്ത്രണമില്ല. ഗവർണറുടെ അംഗീകാരമായാൽ നിയമമാകും. ഫീസ് നിർണയത്തിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും സർക്കാർ നിയന്ത്രണമില്ലാതെ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബില്ല് നിയമസഭ ശബ്ദവോട്ടോടെ പാസാക്കി. പിന്നോക്ക ന്യൂനപക്ഷക്കാർക്കും സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങൾക്കും ഫീസിളവ്, ഫീസ് നിയന്ത്രണ സംവിധാനം, വിശ്വാസ്യത തെളിയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുൻഗണന തുടങ്ങി പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ തള്ളിയാണ് ബില്ല് പാസായത്. സഭ പാസാക്കിയ ബില്ലിന് ഗവർണറുടെ അംഗീകാരമായാൽ നിയമമാകും. ഗവർണറുടെ അംഗീകാരം ലഭിക്കുമോ എന്നതും നിർണായകമാണ്. നിയമത്തിന് ആവശ്യമായ ചട്ടങ്ങൾ രൂപപ്പെടുന്നതോടെ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന നടപടികൾക്ക് തുടക്കം കുറിക്കാനാകും. സ്വകാര്യ സർവകലാശാലകൾ ഒരേ സമയം ഒന്നിലധികം ക്യാമ്പസുകൾ തുടങ്ങുമെന്ന് ബില്ലിലെ വ്യവസ്ഥ UGC റെഗുലേഷന് വിരുദ്ധമെന്ന് കണ്ട് നീക്കം ചെയ്തിരുന്നു. 5 വർഷം പൂർത്തിയാകുന്ന സർവകലാശാലകൾക്ക് UGC റെഗുലേഷന് വിധേയമായി സംസ്ഥാനത്തിനകത്തും പുറത്തും ഓഫ് ക്യാമ്പസ്, ഓഫ് ഷോർ ക്യാമ്പസ്, പഠന കേന്ദ്രങ്ങൾ എന്നിവ തുടങ്ങാനാകുമെന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്താണ് മൾട്ടി ക്യാമ്പസ് വ്യവസ്ഥ ഒഴിവാക്കിയത്. സർവകലാശാല കോഴ്സുകളിലെ 40% സീറ്റുകൾ സംസ്ഥാനത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് നീക്കിവെക്കണം. ഈ സീറ്റുകളിൽ സംസ്ഥാനത്ത് നിലവിലുള്ള സംവരണ തത്വം നടപ്പാക്കണം. ഫീസ് നിർണയം, വിദ്യാർത്ഥി പ്രവേശനം എന്നിവയിൽ സർവകലാശാലകൾക്കായിരിക്കും അധികാരം. നിയമം നിലവിൽ വരുന്നതോടെ രാജ്യത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന 28ാമത്തെ സംസ്ഥാനമായി കേരളം മാറും. ഗസയിൽ ആക്രമണം തുടരുന്നു. 23 മരണം. ഗസ സിറ്റി. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 23 പേർ കൂടി കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് തുടർച്ചയായ 8ാം ദിവസമാണ് ആക്രമണം നടത്തിയത്. വടക്കൻ ഗസയിലെ ആയിരങ്ങൾക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം നോട്ടീസ് നൽകി. തെക്കൻ ലെബനാനിലെ നബാത്തി ഹില്ലിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ല ടാങ്ക് വേധ യൂണിറ്റ് കമാൻഡർ ഹസൽ കമാൽ ഹലാവി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേലിനെതിരായ നിരവധി ആക്രമണങ്ങളിൽ പങ്കുള്ളയാളാണ് ഇദ്ദേഹമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തി. ബത്ലഹേമിന് തെക്ക് ദേശീയ അഭയാർത്ഥി ക്യാമ്പിലും സൈനിക നടപടിയുണ്ടായി. കണ്ണീർവാതകവും ശബ്ദബോംബും ഇവിടെ പ്രയോഗിച്ചു. ആർക്കും പരിക്കില്ല. ഹൈബ്രോണിന് പടിഞ്ഞാറ് ഇദ്നയിൽ 6 വീടുകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ സൈന്യം നോട്ടീസ് നൽകി. അതിനിടെ തങ്ങളുടെ 9 അംഗങ്ങളെക്കുറിച്ച് 3ാം ദിവസവും വിവരമില്ലെന്ന് ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി അറിയിച്ചു. തെക്കൻ ഗസയിലെ റഫ നഗരത്തിൽ രക്ഷാദൗത്യത്തിന് പോയതായിരുന്നു ഇവർ. അതേസമയം ഇസ്രായേൽ അതിക്രമം അവസാനിപ്പിക്കാൻ ലോക നേതാക്കൾ രംഗത്തുവരണമെന്ന് ഹമാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഗസയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കാനും കൂട്ടക്കൊല തടയാനും പട്ടിണിക്ക് അറുതി വരുത്താനും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കണം. ഗസയെ സഹായിക്കാനും മുറിവുണക്കാനും പ്രതിരോധ ശക്തിയെ ബലപ്പെടുത്തുന്നതിനും എല്ലാ ശ്രമവും ഊർജവും ഉപയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു. ക്രിക്കറ്റ് ഒത്തുകളി. ഇന്ത്യക്കാരന് ശ്രീലങ്കയിൽ തടവ്. കൊളംബോ. ശ്രീലങ്കയിൽ ക്രിക്കറ്റ് ഒത്തുകളി കേസിൽ ഇന്ത്യക്കാരന് 4 വർഷം കഠിന തടവ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി അംഗമായ ഉബുൽ തരംഗ നൽകിയ പരാതിയിൽ യോഗി പട്ടേലിനെയാണ് മതാലിലെ ടൗണിലെ ഹൈക്കോടതി ശിക്ഷിച്ചത്. 8.5 കോടി രൂപ പിഴ ഈടാക്കാനും മാനനഷ്ടത്തിന് തരംഗയ്ക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവുണ്ട്. കഴിഞ്ഞ വർഷം കാൻഡിയിൽ നടന്ന ലെജൻഡ്സ് ലീഗ് T20 ടൂർണമെന്റിൽ ഒത്തുകളിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. യാത്രാ നിരോധനമുണ്ടായിട്ടും നാടുവിട്ട യോഗിയെ മാർച്ചിലാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശ് അട്ടിമറി നീക്കം. റിപ്പോർട്ട് തള്ളി സൈന്യം. ധാക്ക. ബംഗ്ലാദേശിൽ അട്ടിമറി നീക്കം നടത്തിയെന്ന മാധ്യമ റിപ്പോർട്ട് തള്ളി സൈന്യം. വാർത്ത വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നും ബംഗ്ലാദേശ് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ആരോപിച്ചു. ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിനെതിരെ അട്ടിമറി നടത്താൻ സൈന്യം അടിയന്തര യോഗം ചേർന്നു എന്ന റിപ്പോർട്ടാണ് സൈന്യം തള്ളിയത്. പതിവ് യോഗം മാത്രമാണ് സൈനിക നേതൃത്വം ചേർന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. കരിങ്കടലിൽ വെടിനിർത്തലിന് റഷ്യ യുക്രൈൻ ധാരണ. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കും.
കരിങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ റഷ്യ യുക്രൈൻ ധാരണ. റിയാദിൽ ഇരു രാജ്യങ്ങളുമായി വെവ്വേറെ നടത്തിയ ചർച്ചകൾക്ക് ശേഷം അമേരിക്കയാണ് ഭാഗിക വെടിനിർത്തൽ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ധാരണയനുസരിച്ച് കരിങ്കടലിൽ ഇരു രാജ്യങ്ങളും കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തും. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും ധാരണയായി. സുരക്ഷാ വീഴ്ച. ഹൂത്തികൾക്കെതിരായ US യുദ്ധതന്ത്രങ്ങൾ പുറത്തായി. യമനിൽ ഹൂതികൾക്കെതിരായ യുദ്ധരഹസ്യങ്ങൾ വെളിപ്പെടുത്തി US-ന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ. US-ലെ ദി അറ്റ്ലാന്റിക് മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫ് അടക്കം അംഗങ്ങളായ ചാറ്റ് ഗ്രൂപ്പിലാണ് സൈനിക നീക്കങ്ങൾ വെളിപ്പെടുത്തിയത്. സിഗ്നൽ ചാറ്റ് ആപ്പിലെ ഹൂത്തി PC എന്ന ഗ്രൂപ്പിലേക്ക് തന്നെയും അപ്രതീക്ഷിതമായി ചേർത്തതായി എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോൾഡ്ബർഗ് തിങ്കളാഴ്ച തുറന്നു പറഞ്ഞതോടെയാണ് സുരക്ഷാ വീഴ്ച അധികൃതർ അറിഞ്ഞത്. ഹൂതികൾക്കെതിരെ US ആക്രമണം ഏകോപിപ്പിക്കാനുള്ള ടൈഗർ ടീം രൂപവൽക്കരിക്കാൻ ഡെപ്യൂട്ടിയായ അലക്സ് വോങ്ങിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് നിർദ്ദേശം നൽകി തുടങ്ങിയ ഗ്രൂപ്പാണിത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.